ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചധികം ദിവസമായില്ലേ ഞാൻ ലോങ് വീഡിയോസ് ഇട്ടിട്ട്, കുറച്ച് തിരക്കായിപ്പോയി കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ്. വിഷ്ണു എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ വീട്ടിൽ കൂടിയൊരു വീഡിയോ. ഇവിടെ ഞങ്ങൾ കൊച്ചിലോട്ട് കണ്ട് ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോഴത്തേക്ക് ഇവർ കമ്പനി പപ്പായും അന്ന് നമ്മുടെ കുടുംബ വീട്ടിൽ പട്ടാളക്കാരെ താമസം ഞാൻ ശിവ. അപ്പോൾ ഇവർക്ക് കോട്ടയം ഉണ്ടല്ലോ എല്ലാം അതുകൊണ്ട് എല്ലാ ഓഫീസിലും വരുമ്പോൾ ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് വിളിച്ചിട്ട്. എന്നിട്ട് വൈറ്റ് ഷൂ ഇല്ലേ, ഷൂ വൈറ്റ് ഈ പിള്ളേർക്ക് മറ്റേ കൊടുക്കുകയല്ലേ എക്സിബിറ്റ് പിള്ളേർക്ക്, അത് എന്നോട് വേണോ വേണോ എന്നെ മറ്റേ ചെടിയുടെ ഇതിന്റെ ഒരെണ്ണം പോയടിയായിട്ട് ചെറുതൊരെണ്ണം പോയി. ഇത് ഐസ് ക്യൂബ് ഉണ്ടാ. എന്നിട്ട് ഞാൻ പിന്നെ മറ്റേ എടുത്ത് എന്നാ മറ്റേ വേറെ ചോട്ടി വെച്ചു. ഒരു നാലെണ്ണം മതി. വേറെ എനിക്ക് അതിനകത്ത് കുടുംബമാക്കി തരണം, ഏതാ കുടുംബമാക്കി തരണം. എല്ലാവരോടും കൂടുമ്പോൾ പിന്നെ ഒരുപാട് വിശേഷങ്ങൾ കാണുമല്ലോ പറയാനായിട്ട്. പക്ഷെ അച്ഛനെപ്പോഴും രണ്ടെണ്ണമൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ നൊസ്റ്റാൾജിക് കാര്യങ്ങളായിരിക്കും കേട്ടോ പറയുന്നത്. നമ്മളാണല്ലോ അത് കേട്ടുമിരിക്കും. പിന്നെ പഴയ പഴയ കാര്യങ്ങളായാലും കേൾക്കാൻ രസമുണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ റോസ്റ്റും ഒക്കെ വാങ്ങിയിട്ട് പോയിരുന്നു. എങ്ങനെ അതൊക്കെ കുറേ മോഡിഫൈ ചെയ്ത് വീണ്ടും ഒരു പാകത്തിനൊക്കെ ആക്കി. പിന്നെ ഇത് ഈ കാണുന്നുണ്ടല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് അച്ഛനെ കിട്ടുകയാണെങ്കിൽ അപ്പം തന്നെ ആളെ പിടിച്ചിരുത്തി മടിയിലോട്ട് കാലും നീട്ടി വെക്കും. അപ്പോൾ ആൾ കാലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്തൊക്കെ തരും, നല്ല സുഖമാണ്. ഇപ്പോൾ ചേട്ടനാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് പൊതുവേ കുറച്ച് മടിയാണ്. അപ്പം വീട്ടിൽ ചെല്ലുന്നത് തന്നെ എനിക്കിത് ഈ ഒരു കാര്യമാണ് ഏറ്റവും സന്തോഷമുള്ളത്. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന കണ്ടിട്ടാണോ എന്നറിയില്ല കേട്ടോ, ഡൂഡും വരും ഇടയ്ക്ക് നൈസായിട്ട് മടിയിലോട്ടൊക്കെ കയറി ഇരുന്നിട്ട് അവനും കാലൊക്കെ നീട്ടി വെച്ചങ്ങിരിക്കും. അങ്ങനെ ജെഡി ഒരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിന്നെ വൈൻഡപ്പ് ചെയ്യാമെന്ന് ഓർത്ത് ഫുഡ് കഴിക്കാനിരുന്നു. പ്രാവശ്യം ചപ്പാത്തി, കഞ്ഞിയും പിന്നെ ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി എലിശ്ശേരി ഉണ്ടായിരുന്നേ. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു പാത്രമൊക്കെ തുറന്ന് നോക്കിയിരുന്നില്ലേ, അത് അവളുടെ എലിശ്ശേരിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിടന്നുറങ്ങി. ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്ക് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ആദ്യം തന്നെ ഫോൺ നോക്കി റീൽസൊക്കെ കണ്ടിരുന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ ഒരു ദിവസം യൂസ്ഫുള്ളായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹോം തിയേറ്റർ സിസ്റ്റത്തിന് സ്പീക്കറിന് എന്തോ ഒരു കംപ്ലയിൻറ്റ്. അപ്പോൾ ആളതിൻ്റെ വയറിങ്ങും ഒക്കെ ഒരു പിറക്കി എന്തൊക്കെയോ സെറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും അത് വെച്ച് 2 പാട്ട് കേട്ടിട്ടേ ഉള്ളൂ എന്നൊരു മട്ടിലാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്ന് എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. പിന്നെ വിഷ്ണു ഉണ്ട്, വിഷ്ണു ഇടയ്ക്ക് ഹെൽപ്പിന് വരും. അപ്പോൾ നാളെ ഇനി വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പോയി ഉച്ച കഴിയുമ്പോൾ കേക്ക് വാങ്ങണം. ആളറിയാതെ സർപ്രൈസായിട്ട് കേക്ക് വാങ്ങണമെന്നാണ് വിചാരിക്കണേ. അപ്പം ഇങ്ങനെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വൈകുന്നേരം പോകാനായിട്ട്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാനും കിങ്ങിനും കൂടെ തലവലപ്പുറം വരെ പോകാൻ ഇറങ്ങി കേട്ടോ. എവിടെ പോവാണ് മേമ? പറയേ. കേക്ക് വാങ്ങാൻ. എന്താ ഈ മാസത്തിന്റെ പ്രത്യേകത? മാസം ഞങ്ങളുടെ 3 ബോയ്സിന്റെ ബർത്ത്ഡേ ആണ്. ഏതൊക്കെ 3 ബോയ്സ്? ജാഡ, കോഷു, വിഷു. ഓക്കെ, സോ നമ്മൾ ഓർക്കേണ്ടി ഒരു സിംഗിൾ കേക്ക് വാങ്ങാൻ പോവുകയാണല്ലേ, സന്തോഷപൂർവ്വം മുറിക്കാൻ. കേക്ക് ലവേഴ്സ് അല്ല, പക്ഷേ കേക്ക് വാങ്ങാൻ ഒരു കേക്ക് ലവേഴ്സ് ഒന്നുമല്ല. കേക്ക് ലവേഴ്സ് ആണോ? അല്ല, നമ്മള് കേക്ക് ലവേഴ്സ് ആന്ന് പറ. ഞങ്ങളെ കേക്ക് ലവേഴ്സ്. ഞങ്ങൾക്ക് തിന്നണം. അങ്ങനെ വ്യക്തമായി പറയോ? വലിയ കേക്ക് മേടിച്ചാലും ഞങ്ങൾ തന്നെ തിന്നേണ്ടി വരും. അങ്ങനെ തലയോലപ്പുറമ്പിലുള്ള ക്ലൗഡ് കേക്ക്സിലാണ് കേക്ക് വാങ്ങാൻ വന്നത്. പിന്നെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ വിഷ്ണു നാട്ടിലില്ല കേട്ടോ. ആൾ തിരിച്ച് UK പോയി. എന്താണ് ടൈമിംഗ് ഒക്കെ വളരെ മോശമായതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇട്ട് വന്നപ്പോഴത്തേക്ക് ജൂലൈ മാസം കഴിയാറായി. ജൂലൈ എന്ന് പറയുന്നത് വീട്ടിലെ അച്ഛൻ്റെയും ചേട്ടൻ്റെയും വിഷ്ണുവിൻ്റെയും ബർത്ത്ഡേ ഉള്ള മാസമാണ്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ 3 ബോയ്സിൻ്റെയും ബർത്ത്ഡേ മന്താണ് ജൂലൈ. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചൊന്ന് ഒറ്റയടിക്ക് ആഘോഷിക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം കേക്ക് ഷോപ്പിൽ വന്നപ്പോൾ അവിടെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത് പരിധി നോക്കൽ നമ്മളുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരൂടെ എവിടെ പോയതാണെന്നോ കേക്ക് വാങ്ങാൻ പോയതാണെന്നോ ഒന്നും വീട്ടിലാർക്കും അറിയില്ല കേട്ടോ. ഞങ്ങൾ വാങ്ങിച്ചു, വണ്ടിയുടെ ഡിക്കിയിൽ തന്നെ കേക്കൊക്കെ വെച്ചു. രാത്രിയാകുമ്പോൾ കട്ട് ചെയ്യാൻ ഓർത്തു. രാവിലെ ഒരു ഉപ്പ മിണ്ടാത്ത പിടിയിരിക്കുക.
അച്ഛയുടെ കഥയും കേട്ട് രണ്ട് മരുമക്കളും ഇവിടെ ഇരിക്കും. ഓസ് ഈ ഓസില്ലേ വെള്ളത്തിലിട്ട് പൊള്ളി പോയി വയ്ക്കില്ലേ വെള്ളം നിറയ്ക്കുക വെളിയിൽ നിന്ന് വെള്ളം വരും വെള്ളച്ചാട്ടമായി ഫിൽറ്റർ കഴിയാ എ സിയുടെ. അങ്ങനെ ആ ജേരിയുടെ ബാക്കി ഭാഗവും എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പയ്യെ ഉറങ്ങാൻ കിടന്നു കേട്ടോ. ഞാൻ വീഡിയോ ഞെക്കിയില്ല. ഡാഡി ഇറച്ചിട്ടു ഹാപ്പി ബർത്ത്ഡേ അതെ ഞാൻ ഉറങ്ങി വരികയാണിത് സത്യമായിട്ട്. ശുഭ്രഭാ ഇതിനായിട്ട് പോയാ നിങ്ങൾ എന്താ നിങ്ങളും ഒന്നും കൂടെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ബോയ്സ്. ഞാൻ വിചാരിച്ചു നീ ആ സാധനം ഇപ്പൊ പൊട്ടിക്കാനായിരിക്കും. ഞാൻ വിചാരിച്ചില്ല. അല്ല ഇപ്പൊ പൊട്ടിച്ച വെള്ളം ഏതിലൊക്കെ വീട് ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ അങ്ങോട്ട് ആകെ മൊത്തം കൺഫ്യൂഷൻ ആയിപ്പോയി. സത്യത്തിൽ ആരുടെ ബർത്ത്ഡേ ആണെന്ന് വരെ മറന്നുപോയി കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുത്തു. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.